നമസ്കാരം. ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. ഈ ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ മുമ്പ് പരിചയപ്പെട്ടിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കും. സപ്പോസ് യു ഹാവ് എ ബാർ മാഗ്നറ്റ്. A bar magnet is placed here. And suppose there are two pins. നമുക്കറിയാം പിൻ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. A magnet can attract a magnetic material. Suppose you have two pins, pin A and pin B. So now pin A will be attracted towards a magnet. Similarly, pin B may also experience a force of attraction. Now, what is the difference between the force experienced by pin A and pin B? Is there any difference? രണ്ടും magnetic material ആണ്. A will be attracted by the magnet. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ A എന്ന് പറയുന്ന pin it experiences a force. Similarly, pin B also experiences a force. പക്ഷെ നമുക്കറിയാം there is a difference. എന്താണ് വ്യത്യാസം? പിൻ എയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് പിൻ ബിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനേക്കാൾ കൂടുതലാണ്. അതായത് എ കൂടുതൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും, അതേസമയം ബി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് കുറവാണ്. എന്തുകൊണ്ടാണ്? Because pin A is kept close to the magnet and pin B is far away from the magnet. അതായത് ഒരു മാഗ്നറ്റിൽ നിന്ന് ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഡിസ്റ്റൻസ്. ഇപ്പോൾ എ എന്നുള്ള പിന്ന് മാഗ്നറ്റിനോട് വളരെ അടുത്താണ്, അപ്പോൾ എയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കൂടുതലായിരിക്കും. ബി കുറച്ചുകൂടി അകലെയാണ്, അതുകൊണ്ട് ബിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു പോയിന്റിൽ പിൻവെച്ചാൽ മാത്രമല്ല, ഈ മാഗ്നറ്റിന് ചുറ്റുമുള്ള ഈ ഒരു റീജിയനിൽ എവിടെ നമ്മളൊരു മാഗ്നറ്റിക് മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞാലും, മാഗ്നറ്റിക് മെറ്റീരിയലോ മറ്റൊരു മാഗ്നറ്റോ ഇതിന് ചുറ്റുമുള്ള റീജിയനിൽ എവിടെ വെച്ച് കഴിഞ്ഞാലും ഇറ്റ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ്. അപ്പോൾ നമുക്ക് പറയാം there is a region around the magnet. Field means എന്താണ്? It's a region of space. So there is a region around this magnet in which a magnetic material or another magnet experiences a force. ഈ മാഗ്നറ്റിന് ചുറ്റും ഉള്ള ഒരു റീജിയൻ, അതായത് ഈ മാഗ്നറ്റിന്റെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഈ മാഗ്നറ്റിന്റെ ചുറ്റുമുള്ള ഒരു റീജിയൻ, ആ റീജിയനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫീൽഡ് മീൻസ് ജസ്റ്റ് എ റീജിയൻ ഓഫ് സ്പേസ്. മാഗ്നറ്റിന് ചുറ്റുമാകുമ്പോൾ അത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് അറിയപ്പെടും. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് we are coming to the concept of electric field. Electric field is also a region of space. ഏതിന് ചുറ്റുമുള്ള റീജിയൻ ആണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് അറിയപ്പെടുന്നത്? ഇറ്റ് ഈസ് എ റീജിയൻ ഓഫ് സ്പേസ് അറൌണ്ട് ആൻ ഇലക്ട്രിക് ചാർജ്. ഒരു ഇലക്ട്രിക് ചാർജിന് ചുറ്റും അതിൻ്റെ ഇൻഫ്ലുവൻസ് അനുഭവപ്പെടുന്ന ഒരു മേഖലയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. So suppose you have a charge Q. It's a positive charge. And suppose the charge is at rest. നമ്മൾ electrostatics ആണ് പഠിക്കുന്നത്. So we are considering about static charges or charges at rest. So Q is a charge at rest. ഇനി let you have another small charge Q placed at a distance r from capital Q. Now, by Coulomb's law, we have already seen that there is a force between the two charges which is given by F equal to 1 by 4 pi epsilon 0 Q by r square. This is the force experience, or this is the force between charges Q and Q. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ there is a force acting on Q due to this charge capital Q. Similarly,
there is a force acting on capital Q due to small q. Coulomb's law നിങ്ങൾ പഠിച്ചു force F12 and force F2. F12 means force acting on 1 due to 2. F21 means force acting on 2 due to 1. അപ്പോൾ അതേപോലെ ഇവിടെ ഈ രണ്ട് ചാർജസും തമ്മിൽ there is a force 1/4π0 q/r². ഇവിടെ ഈ രണ്ട് ചാർജസും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ക്യാപിറ്റൽ Q denotes a large amount of charge and small q denotes a small amount of charge here. അതായത് ഈ ക്യാപിറ്റൽ Q എന്ന് പറയുന്നത് നമ്മൾ it is considered to be the source charge. And small q is taken to be the test charge. So capital Q produce ചെയ്യുന്ന ഫീൽഡിനുള്ളിലാണ് സ്മോൾ ക്യൂ എന്നുള്ള ചാർജ് വെച്ചിട്ടുള്ളത്. അപ്പോൾ സ്മോൾ ക്യൂ എന്നുള്ള ചാർജ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ടെസ്റ്റ് വെദർ ദർ ഇസ് എൻ ഇലക്ട്രിക് ഫീൽഡ്. അതായത് ലെറ്റ് ദിസ് പോയിന്റ് ബി പി, അതായത് സ്മോൾ ക്യൂ എന്ന് പറയുന്ന ചാർജ് ലെറ്റ് ഇറ്റ് ബി പ്ലേസ്ഡ് അറ്റ് പി. അപ്പോൾ ഓൾറെഡി യു ഹാവ് ചാർജ് ക്യാപിറ്റൽ ക്യൂ. Then if you are placing a small charge q at p, it experiences a force, this much amount of force. ഈ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നെങ്കിൽ, അതായത് സ്മോൾ ക്യൂ എന്ന് പറയുന്ന ചാർജ് if it experiences a force when you place at p, what does it mean? It means that it is in the electric field produced by a charge, by some other charge. But in this case, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത രണ്ട് ചാർജസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്മോൾ ക്യൂ എന്ന് പറയുന്ന ചാർജ് പി എന്ന പോയിന്റിൽ വെച്ച് കഴിയുമ്പോൾ ഇതൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ക്യാപിറ്റൽ ക്യൂ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് ആണ്. അതായത് സ്മോൾ ക്യൂ, ഇപ്പം മറ്റ് ചാർജസ് ഒന്നും അതിൻ്റെ സറൗണ്ടിങ്സിലില്ല. ഇപ്പോൾ സ്മോൾ ക്യൂവിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് it is the force due to the presence of capital Q. So this charge capital Q produces a force, and small q is placed at a point in which a force is acted upon on that charge due to capital Q. Capital Q കാരണം ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് P. ആ പോയിന്റിൽ ഒരു ചാർജ് വെച്ച് കഴിയുമ്പോൾ it experiences a force. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ P is a point in the electric field produced by capital Q. P എന്ന് പറയുന്ന പോയിന്റ് ക്യാപിറ്റൽ Q പ്രൊഡ്യൂസ് ചെയ്ത ഇലക്ട്രിക് ഫീൽഡിലുള്ള ഒരു പോയിന്റാണ്. അതുകൊണ്ടാണ് പിയിൽ നമ്മൾ ഈ ചാർജ് വെച്ച് കഴിഞ്ഞപ്പോൾ അതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്തത്. ഇനി ഈ പിയിൽ വെച്ച മാത്രമാണോ സ്മോൾ ക്യൂ എന്ന് പറയുന്ന ചാർജിൽ ഒരു ഫോഴ്സ് ഉണ്ടാവുക? അല്ല. സപ്പോസ് സ്മോൾ ക്യൂ ചാർജ് is placed here. Will it experience a force? Of course. At this point, if you place a small charge, it will experience a force. Suppose it is placed at this point. Does it experience a force? Yes. So, in capital Q and the charge in the surroundings, if you place another charge, it experiences a force due to capital Q. So, in capital Q and the charge in the chuttum, there is a region. There is a region of space around capital Q in which another charge experiences its presence. That the capital Q എന്ന് പറയുന്ന ചാർജിന്റെ ചുറ്റും ഒരു റീജിയൻ ഉണ്ട്. എന്താണ് ആ റീജിയന്റെ പ്രത്യേകത? ആ റീജിയനിലുള്ള ഏത് പോയിന്റിൽ ഒരു ചാർജ് വെച്ച് കഴിഞ്ഞാലും ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ്. അപ്പോൾ ഇവിടെ പി എന്ന പോയിന്റിൽ ഒരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ്. ഇനി ഈ പോയിന്റിൽ ചാർജ് വെച്ച് കഴിഞ്ഞാൽ there is a force on that charge. ഈ പോയിന്റിൽ വെച്ച് കഴിഞ്ഞാൽ there is a force acting on that charge due to capital Q. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ എങ്ങനെയാണെന്ന് പറയാം. All these points are lying in the electric field produced by capital Q. So capital Q produces an electric field. So it is called the source charge. And why do we use small q? It is used to test whether there is an electric field. അപ്പോൾ ഒരു പോയിന്റിൽ
ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചാർജിനെയാണ് നമ്മൾ ടെസ്റ്റ് ചാർജ് എന്ന് പറയാം. അതിന്റെ ക്വാണ്ടിറ്റി യൂഷ്വലി സ്മോൾ ആയിരിക്കും. കാരണം ഈ ചാർജിന്റെ പ്രസൻസ് കൊണ്ട് ക്യൂ എഫക്റ്റഡ് ആവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഈ ചാർജ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചാർജ് വളരെ ചെറിയ ചാർജ് ആയിരിക്കും. ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലാർജ്. യൂഷ്വലി യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ് ടെസ്റ്റ് ചാർജ് ആയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ചാർജാണ് നമ്മൾ ടെസ്റ്റ് ചാർജ് എന്ന് പറയും. അപ്പോൾ അറൌണ്ട് എനി ചാർജ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ്, പോസിറ്റീവ് ചാർജ് ആയാലും നെഗറ്റീവ് ചാർജ് ആയാലും, അറൌണ്ട് എനി ചാർജ് there is an electric field. അതായത് around any charge there is a region in which another charge can experience its presence. അതായത് ഒരു ചാർജിന്റെ ചുറ്റും ഉള്ള ഒരു റീജിയൻ, ആ റീജിയനിൽ ഏത് പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏത് പോയിന്റിൽ മറ്റൊരു ചാർജ് കൊണ്ട് വെച്ച് കഴിഞ്ഞാലും ആ ചാർജിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. അങ്ങനെയുള്ള റീജിയനെയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. Okay, it's a region of space around any charge in which another charge can experience its presence. Appo ini how to find out the strength of the field? Adilekkaanu ini varunathu. Electric field ennu parnal onnuilla, it's a region of space around a charge. A charge it can be positive or negative. Positive charge ayalum adinte chuttu oru field undavum, negative charge ayalum adinte chuttu oru field undavum. സാധാരണ നമ്മൾ ഇവിടെ ഇപ്പോൾ എടുത്തിട്ടുള്ളത് പോസിറ്റീവ് ചാർജാണ് സോഴ്സ് ചാർജ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ടെസ്റ്റ് ചാർജ് ആയിട്ട് യൂഷ്വലി യൂണിറ്റ് പോസിറ്റീവ് ചാർജാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ പ്ലസ് ക്യൂ എന്ന് പറയുന്ന ചാർജിന്റെ ചുറ്റും there is a region in which another charge experiences a force. ആ റീജിയനാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇനി ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് സൂചിപ്പിക്കുന്ന ക്വാണ്ടിറ്റിയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ഇ. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇറ്റ്സ് എ ക്വാണ്ടിറ്റി വിച്ച് ഗിവ്സ് ആൻ ഐഡിയ അബൌട്ട് ദി സ്ട്രെങ്ത് ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് സൂചിപ്പിക്കുന്ന ക്വാണ്ടിറ്റിയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഹൗ വിൽ യു ഡിഫൈൻ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി? നമുക്കറിയാം ഫോഴ്സ് ബിറ്റ്വീൻ ദീസ് ടു ചാർജസ് 1/4πε0 q by r square. That is the magnitude of force acting on small q due to the presence of capital Q. ഇനി അപ്പോൾ ഈ ഒരു equation, this equation gives you the amount of force acting on small q due to capital Q. അങ്ങനെയാണെങ്കിൽ what is the force acting on unit charge? യൂണിറ്റ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? ക്യൂ എമൗണ്ട് ഓഫ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഇത്. അങ്ങനെയെങ്കിൽ യൂണിറ്റ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? ഇറ്റ് ഈസ് F ഡിവൈഡഡ് ബൈ ഓക്കെ. ക്യൂ എമൗണ്ട് ഓഫ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് 1/4πε0 q by r square. Then what is force acting on unit charge? യൂണിറ്റ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് denoted by unit charge acting in the force, it is denoted by E. How will you find out that? E equal to F by Q. Force is a vector quantity, so E should also be a vector quantity. So E equal to F by Q. This is the force acting on unit positive charge. This is known as electric field intensity. So one point electric field intensity എന്ന് പറഞ്ഞാൽ എന്താ? ആ പോയിന്റിൽ ഒരു യൂണിറ്റ് ചാർജ് വെച്ച് കഴിയുമ്പോൾ ആ ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയും. ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. So how to define electric field intensity? It is the force acting on unit positive charge placed at that point. ആ ഒരു ഡെഫിനിഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ്, ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. Electric field intensity at a point is the force experienced by unit positive charge placed at that point. എങ്ങനെ കൺസിഡർ ചെയ്യാമത്? Say Q is the source charge, so Q produces an electric field. Okay, at P you want to find out the electric field intensity at P.
how to find out the electric field intensity at P? It is the force acting on unit positive charge placed at P. P-യിലുള്ള electric field intensity എന്ന് പറഞ്ഞാൽ P-യിൽ വെച്ചിട്ടുള്ള യൂണിറ്റ് പോസിറ്റീവ് ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ്. ഇനി what is the electric field intensity at R? It is the force acting on unit positive charge placed at R. അതായത് ആറിലുള്ള ഫീൽഡ് ഇന്റൻസിറ്റി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ആർ എന്നുള്ള പോയിന്റിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ് ചെയ്യണം. ഇനി what is the field intensity at S? Place unit positive charge at S. What is the force acting on unit positive charge at S? That is the field intensity at S. So each point illulla field intensity ennu parayunna it is different. The field intensity at P may be different from the field intensity at R, which may be different from the field intensity at S. So the electric field intensity at a point is defined as the force experienced by unit positive charge placed at that point. P യിലുള്ള field intensity എന്ന് പറഞ്ഞാൽ P യിൽ വെക്കുന്ന യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. S യിലുള്ള field intensity means S ൽ വെച്ചിട്ടുള്ള യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ്. അപ്പോൾ അതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഇത് ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. ഇനി അപ്പോൾ F ഈക്വൽ ടു നമുക്കറിയാം F ഈക്വൽ ടു 1/4πε0 Q by R square. Then E equal to F by Q equal to 1/4πε0 Q by R square by Q, which gives you Q by R square. This is the magnitude of electric field intensity at a point. At a point which lies at a distance R from the source charge Q. Okay? Q എന്നുള്ള പോയിന്റിൽ നിന്ന് Q എന്നുള്ള ചാർജിൽ നിന്ന് R ഡിസ്റ്റൻസിൽ കിടക്കുന്ന P എന്നുള്ള പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ആണ് ഇത്. E equal to F by Q, that is 1/4πε0 Q by R square. This is the magnitude of electric field intensity at P due to Q. ഇനി പറഞ്ഞു electric field intensity is a vector quantity because it's a force. Electric field intensity means it is force acting on unit positive charge. അപ്പോൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അപ്പോൾ അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഫോഴ്സിന്റെ ഡയറക്ഷൻ തന്നെയായിരിക്കും. സോ വെക്ടർ ഇ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വെക്ടർ എഫ് ബൈ വെക്ടർ ക്യൂ അലോങ് യൂണിറ്റ് വെക്ടർ. അപ്പോൾ വാട്ട്സ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി? എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക? ഫോർ എക്സാമ്പിൾ ക്യൂ എന്നുള്ള ചാർജ്, പി എന്നുള്ള പോയിന്റ്. ഈ പോയിന്റിൽ നമുക്കറിയാം ക്യൂ ഇസ് എ പോസിറ്റീവ് ചാർജ്. ഇറ്റ് produces an electric field around it. Field ഉണ്ടോ എന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്യും? At any point you can place a test charge. If the test charge experiences a force, that means there is an electric field at P. അപ്പോൾ ഇനി നോക്കേണ്ടത് അതായത് ഇപ്പോൾ if you place Q here, a small test charge, it will experience a force. ഇനി ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെ മനസ്സിലാക്കും? പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സെയിം ആസ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്. അപ്പോൾ ഈ രീതിയിൽ ഇവിടെ നമ്മൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെക്കുകയാണെങ്കിൽ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എങ്ങനെയായിരിക്കും? ഇറ്റ് ഷുഡ് ബി അവേ ഫ്രം ദ സോഴ്സ് ചാർജ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഇസ് അലോങ് ദിസ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ Q produces an electric field. P is a point in the electric field produced by Q. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്കറിയാം 1/4πε0 Q by R square. അതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു? Assume that at P there is a positive charge. How does it move? ഈ പോസിറ്റീവ് ചാർജ് ക്യാപിറ്റൽ Q ന്റെ പ്രസൻസ് കൊണ്ട് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് നോക്കാം. So repulsion ഉണ്ടാവുക. So Q moves along this direction away from Q.
അതായിരിക്കും ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇനി സപ്പോസ് ദ ചാർജ് ഇസ് പ്ലേസ്ഡ് അറ്റ് അനദർ പോയിന്റ് എസ്. എസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പോയിന്റ് ഇൻ ദ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ക്യാപിറ്റൽ Q. അപ്പോൾ എസിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ്. ആ ഫോഴ്സ് എന്ന് പറയുന്നത് സെയിം മാഗ്നിറ്റ്യൂഡ് 1/4πε0 Q/r². Now what is the direction? എസിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ എന്തായിരിക്കും? അതിനെന്ത് ചെയ്യാം? സപ്പോസ് യു ആർ പ്ലേസിംഗ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അറ്റ് എസ്. ഈ പോയിന്റിൽ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുക? ഇതാണ് ക്യാപിറ്റൽ Q. ഇവിടെയാണ് നമ്മൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെക്കുന്നത്. സോ ഇറ്റ് മൂവ്സ് along this direction, away from Q. അപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ള യൂണിറ്റ് പോസിറ്റീവ് ചാർജ് it moves away from Q. So this is the direction of electric field intensity at S. Consider another point, say R. At R there is an electric field and magnitude is 1/4πε0 Q by corresponding distance. ഈ ഡിസ്റ്റൻസ് നമ്മൾ R1 കൺസിഡർ ചെയ്യാൻ R1. This distance let it be R2. Let this distance be R3. So what are the values of electric fields at P, S and R? So electric field at P is 1/4πε0 Q by R1 square. R1 square R1 cap. Okay, 1/4πε0 Q by R1 square, where R1 is the distance between capital Q and P, point P, and R1 cap denotes this direction. ഏതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ? എങ്ങനെ മനസ്സിലാവും? P യിൽ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ച് കഴിഞ്ഞു, അത് എങ്ങോട്ടാ മൂവ് ചെയ്യാൻ നമുക്കറിയാം, റിപ്പൽഷൻ ആണ് ഉണ്ടാവുക. സോ ദാറ്റ് ഇസ് ദി ഇക്വേഷൻ. Now what is the electric field at S? Say ES. ES എന്നുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്തായിരിക്കും? 1/4πε0 Q by R2 square. Because capital Q എന്നുള്ള ചാർജും S എന്നുള്ള പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് R2 ആണ്. അപ്പോൾ 1/4πε0 Q by R2 square along which direction? ഈ ഡയറക്ഷൻ അല്ല, കാരണം ഇവിടെ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യാം? ഈ ഡയറക്ഷൻ ആണ്, away from Q. അതാണ് R2 ക്യാപ് എന്നുള്ള ഡയറക്ഷൻ. R2 ക്യാപ്. ഇനി അറ്റ് R യു ആർ പ്ലേസിംഗ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. അവിടെ ആക്ട് ചെയ്യുന്ന ഫീൽഡ് എന്താണ്? ER ഈക്വൽ ടു 1/4πε0 Q by R3 square R3 ക്യാപ്. അപ്പോൾ R എന്നുള്ള പോയിന്റിൽ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് 1/4πε0 Q by R3 square. ഡയറക്ഷനോ ഇവിടെ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ടാ പോവാ? ഇങ്ങോട്ടാ പോവാ. ഇതാണ് R3 ക്യാപ്. This is R2 ക്യാപ്. This is R1. അപ്പോൾ ഈ ഒരു കേസിൽ we have considered 3 points, P, S, R. Q is the charge. ഈ 3 പോയിന്റ്സും P, S and R, all these 3 points lie in the electric field produced by the charge Q. ഈ ഓരോ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് നമ്മൾ എഴുതിയത് 1/4πε0 Q by R1 square R1 cap. R1 is the distance between the charge and the point P. R1 cap denotes the direction. ES field at S 1/4πε0 Q by R2 square R2 cap. R2 is the distance between the charge and the point S. R2 cap denotes the direction. ER denotes the electric field intensity at R, that is 1/4πε0 Q by R3 square R3 cap. R3 is the distance between the charge and the point R, and R3 cap gives you the direction. അപ്പോൾ ഇത് ഓരോ കേസിലും നമുക്ക് ഡയറക്ഷൻ എങ്ങനെ കിട്ടി? പിയിലുള്ള ഫീൽഡിന്റെ ഡയറക്ഷൻ കിട്ടണമെങ്കിൽ പിയിൽ പോസിറ്റീവ് ചാർജ് വെക്കുക, ഏത് ഡയറക്ഷൻ ആയിരിക്കും അത് മൂവ് ചെയ്യാം.
എസ്സിലുള്ള പോയിന്റ് ഫീൽഡിന്റെ ഡയറക്ഷൻ കിട്ടണമെങ്കിൽ എസ്സിൽ ഒരു പോസിറ്റീവ് ചാർജ് വെക്കുക, ഏത് ഡയറക്ഷനിൽ അത് മൂവ് ചെയ്യും. ആറിലുള്ള ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ കിട്ടണമെങ്കിൽ ആറിൽ ഒരു പോസിറ്റീവ് ചാർജ് വെക്കുക, അത് ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക. അപ്പോൾ യു ക്യാൻ സീ ദാറ്റ് ഇതിലൊക്കെ ഈ 3 ഇക്വേഷനിലും ഉള്ള വ്യത്യാസം എന്താണ്? ഒന്ന് ഡിസ്റ്റൻസ് വ്യത്യസ്തമാണ്, R1, R2, R3. അപ്പോൾ ഈ ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് എന്ത് മാറുന്നുണ്ട്? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ചേഞ്ചസ്. Similarly, direction, R1 cap along this direction, R2 cap along this direction, R3 cap along this direction. അപ്പോൾ direction also changes. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡെഫിനിഷനിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ജനറൽ ആയിട്ട് ഡിഫൈൻ ചെയ്യല്ല, ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് is the force experienced by unit positive charge placed at that point. P-ലുള്ള ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ force experienced by unit positive charge placed at P. S-ലുള്ള ഫീൽഡ് ഇന്റൻസിറ്റി means force experienced by unit positive charge placed at S. അപ്പോൾ എസ്സിലെ ഫീൽഡ് ഇന്റൻസിറ്റി കാണാൻ പിയിൽ ചാർജ് വെച്ചാൽ പോലും എസ്സിലെ ഫീൽഡ് ഇന്റൻസിറ്റി കാണാൻ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എസ്സിൽ വെക്കാം. അതുപോലെ ആറിലുള്ള ഫീൽഡ് ഇന്റൻസിറ്റി മീൻസ് ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ആർ. അപ്പോൾ ഈ രീതിയിൽ ഒരു ചാർജിന് ചുറ്റും there is a region in which another charge experiences a presence. ഒരു ചാർജിന്റെ ഇൻഫ്ലുവൻസ് മനസ്സിലാവുക മറ്റൊരു ചാർജ് ഉപയോഗിച്ചിട്ട് മാത്രമാണ്. അപ്പോൾ ഒരു മാഗ്നറ്റിന്റെ ഇൻഫ്ലുവൻസ് നമുക്ക് മനസ്സിലാക്കാൻ ഒരു മാഗ്നറ്റോ അല്ലെങ്കിൽ മാഗ്നറ്റിക് മെറ്റീരിയലോ ഉപയോഗിക്കാം. പക്ഷേ ഒരു ഇലക്ട്രിക് ചാർജ് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ we are using another charge. അപ്പോൾ അങ്ങനെ ഒരു ചാർജിന്റെ ചുറ്റും അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് അനുഭവപ്പെടുന്ന ഒരു മേഖലയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ആ ഇലക്ട്രിക് ഫീൽഡ് എത്രമാത്രമുണ്ട്, അതിന്റെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെഷർ ആണ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Electric field intensity is force acting on unit test charge placed at a point. And electric field intensity is a vector quantity. It has both magnitude and direction. Magnitude is given by 1/4π0 Q by R square. Direction കിട്ടാൻ എല്ലാ ഭാഗത്തും ഒരേപോലെ എല്ലാ ഡയറക്ഷൻ, ഓരോ പോയിന്റിലും അതിന്റെ ഡയറക്ഷൻ ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഒരു പോയിന്റിലെ ഡയറക്ഷൻ കിട്ടാൻ എന്ത് ചെയ്യണം? ആ പോയിന്റിൽ ഒരു യൂണിറ്റ് ടെസ്റ്റ് ചാർജ് വെക്കുക. ആ ടെസ്റ്റ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണോ അത് തന്നെയായിരിക്കും ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് പോസിറ്റീവ് ചാർജിനെ ഉദ്ദേശിച്ചിട്ടാണ്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന മാത്രം ഒരു കാര്യമല്ല. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജും, നെഗറ്റീവ് ചാർജ് ഓൾസോ ക്യാൻ പ്രൊഡ്യൂസ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ നെഗറ്റീവ് ചാർജ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്ത് വ്യത്യാസം വരിക അതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജിന്റെ കേസ് നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ചാർജിൽ ഓരോ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ നമ്മളിപ്പോൾ കണ്ടു ഈ രീതിയിലാണ്. ഓക്കെ, സപ്പോസ് യു ഹാവ് എ നെഗറ്റീവ് ചാർജ്, ഈ നെഗറ്റീവ് ചാർജ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ നെഗറ്റീവ് ചാർജിന് ചുറ്റും there is a region in which another charge can experience its presence. അപ്പോൾ എപ്പോഴും ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാം പോസിറ്റീവ് ചാർജാണ്, പോസിറ്റീവ് ടെസ്റ്റ് ചാർജ്. അപ്പോൾ ഇതൊരു നെഗറ്റീവ് ചാർജാണ്. ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി ദ സോഴ്സ് ചാർജ്. യു ആർ കൺസിഡറിങ് എ പോയിന്റ് സേ എ എന്നുള്ള പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ എന്ത് ചെയ്യും? ഒരു പോസിറ്റീവ് ചാർജ് എയിൽ വെക്കും. ഈ പോസിറ്റീവ് ചാർജ് എയിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്, 1/4π0 Q by R square. ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും അതാണ് നോക്കുന്നത്. സോ എയിൽ നമ്മൾ ഒരു പോസിറ്റീവ് ചാർജ് വെക്കുന്നു, ഇവിടെയുള്ളത് നെഗറ്റീവ് ചാർജ് ആണ്. സോ വാട്ട് ഹാപ്പൻസ്? ദിസ് ചാർജ് മൂവ്സ് away from, this charge moves towards the source charge. Okay, എയിൽ വെച്ചിട്ടുള്ള പോസിറ്റീവ് ചാർജ് ആണ്. ഈ പോസിറ്റീവ് ചാർജ് സോഴ്സ് ചാർജ്
അടുത്തേക്ക് മൂവ് ചെയ്യുന്നു. കാരണം നമുക്കറിയാം പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജും കൂടി എന്താ സംഭവിക്കുക, അട്രാക്ഷൻ ആണ് ഉണ്ടാവുക. Similarly, at B, you want to test whether there is an electric field at B. What will you do? Place unit positive charge at B. So when you place unit positive charge at B, it moves towards Q. Now at C, to find out the electric field at C, place unit positive charge at C. What happens? It moves towards Q. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് എന്താണ്? A, B, C. All these are points in the electric field produced by Q. Capital Q എന്നുള്ള ചാർജ് പ്രൊഡ്യൂസ് ചെയ്ത ഇലക്ട്രിക് ഫീൽഡിലുള്ള പോയിന്റ്സ് ആണ് A, B, C. ഈ ഓരോ പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് നമുക്ക് മനസ്സിലാവും. എങ്ങനെ? ബൈ പ്ലേസിംഗ് എ ടെസ്റ്റ് ചാർജ്. അതിൻ്റെയൊക്കെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1/4π0 Q by R1 square, 1/4π0 Q by R2 square, R3 square, like that. ആ ഡിസ്റ്റൻസിന് വേരിയേഷൻ വരുന്നതിനനുസരിച്ച് മാഗ്നിറ്റ്യൂഡിൽ വേരിയേഷൻ വരും. ഇനി ഈ ഡയറക്ഷൻ, ഓരോ പോയിന്റിലെയും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. പ്ലേസ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, സീ ഹൗ ഇറ്റ് മൂവ്സ്. പോസിറ്റീവ് ചാർജ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ മൂവ്സ് ടുവേർഡ്സ് Q. If you place positive charge here, moves towards Q. If you place a positive charge at C, it moves towards Q. So these three arrows shows the direction of electric field intensity at A, B and C respectively. So this is isolated negative charge ആണ്, this is isolated positive charge ആണ്. രണ്ട് കേസിലും you have electric field and electric field in the magnitude 1/4π0 Q by R square, where R changes. ഒരു നമ്മൾ ഏത് പോയിന്റാണ് കൺസിഡർ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് R എന്നുള്ള വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓൾസോ ദ ഡയറക്ഷൻ വേരീസ്. ഓരോ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇതൊരു ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജിനെ സംബന്ധിക്കുന്ന കാര്യമാണ്. പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ ഡയറക്ഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഓരോ പോയിന്റിൽ പോസിറ്റീവ് ചാർജിൽ നിന്ന് പുറത്തേക്ക് we can say radially outward. For an isolated negative charge, direction ശ്രദ്ധിക്കണം. The electric field intensity is acting towards the charge. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നന്ദി.